ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആയാൽ യൂണിവേഴ്സൽ PCB ഉപയോഗിച്ച് അതിനെ എങ്ങനെ വീണ്ടും സജീവമാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ മെഷീനിൽ ആദ്യം ബോർഡ് കത്തിപ്പോയി, പിന്നെ ഞാൻ സെക്കൻഡ് ഹാൻഡ് ബോർഡ് ഇട്ടു. പക്ഷേ ഇതിലെല്ലാ ഫങ്ഷൻസ് ഒന്നും വർക്കിംഗ് അല്ല. അതേപോലെ റൊട്ടേഷൻ വളരെ ഷോർട്ടാണ്. അപ്പോൾ അത് കാരണം തുണിയൊന്നും ശരിക്കും കഴുകി കിട്ടുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഞാൻ ഒരു യൂണിവേഴ്സൽ PCB ഇതിലെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കുകയാണ്. യൂണിവേഴ്സൽ PCBൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ കറക്റ്റ് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് മോഡൽ വാഷിംഗ് മെഷീനും ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഫങ്ഷൻസ് മാത്രമുള്ള ഇതിൽ സാധാരണ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ ഒരു മോട്ടർ, ഒരു ഇൻലെറ്റ് വാൾവ്, ഒരു ഡ്രെയിൻ വാൾവ്, ഒരു പ്രഷർ സെൻസർ, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിലേക്കുള്ള കണക്ഷൻ കറക്റ്റ് കൊടുക്കാൻ പറ്റിയാൽ ഇത് ഏത് മോഡലിനും വർക്കൗട്ട് ആവും. ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. പക്ഷേ അതിലൊന്നും കറക്റ്റ് നമ്മൾ വയർ എവിടുന്ന് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ നോർമൽ ഒരു യൂസർക്ക് ഇലക്ട്രോണിക്സും കാര്യങ്ങളും അങ്ങനത്തെ ഈ മെയിൻ്റനൻസും ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ചൊരു വീഡിയോയിലാക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഈ മോഡൽ ഞാൻ ആമസോണിൽ തപ്പിയിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ ഇന്ത്യ മാർട്ടിൽ ഒരു ടീമിനെ ബന്ധപ്പെട്ട് അവരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ഡീൽ ചെയ്തിട്ട് വരുത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മോഡൽ തന്നെ സെലക്ട് ചെയ്യാൻ കാര്യം, മറ്റേത് LCD സ്ക്രീൻ ഡിസ്പ്ലേ ഒക്കെ ഉള്ള മോഡൽ സാധാരണ യൂസർക്ക്, ഇപ്പോൾ വീട്ടിലേക്കുള്ള സ്ത്രീകൾക്കൊക്കെ ചിലപ്പം കൂടുതൽ കൺഫ്യൂഷനായിരിക്കും. ഇതാകുമ്പോൾ കറക്റ്റാണ്, ഒന്നും പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. മാത്രമല്ല ഇതിൽ സോക്ക് പോലത്തെ എക്സ്ട്രാ ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ വാഷിംഗ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. മറ്റേതിലൊന്നും ചില മോഡലിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഡിസ്പ്ലേ ഇല്ലാത്ത മോഡലിൽ ജസ്റ്റ് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മോഡൽ കുറച്ചും കൂടി നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പാക്കേജിൽ വന്ന പാർട്സുകൾ ഇതൊക്കെയാണ്. ഇത് ആക്ച്വൽ PCB, ഇതെൻ്റെ കൺട്രോൾ ബോർഡ്, ഇത് കണക്റ്റേഴ്സും അതിൻ്റെ ഇൻസ്റ്റലേഷനും, ഇത് അതിൻ്റെ പ്രഷർ സെൻസർ. നമുക്ക് ഈ 3 പാർട്ട്, ഒന്ന് ഇത് ഈ ബോർഡ്, അതേപോലെ ഈ ഒരു പാർട്ട്, പിന്നെ ഇതിൻ്റെ ബാക്കിലെ ഈ പാർട്ട്, ഇത് 3 നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ, ഈ ബോർഡ് നമുക്ക് ഉപയോഗമില്ല. ഈ ബോർഡ് ഇതിൻ്റെ കേബിളൊക്കെ ഊരുക, ഇവിടുന്ന് മാറ്റി വെക്കുക. നമുക്ക് ഇൻസ്റ്റലേഷനൊക്കെ അഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വയറൊക്കെ എവിടെ പോയി എന്നുള്ളത് ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് പോകുന്ന ഈ കുറച്ച് വയറുകളാണ് താഴെ മോട്ടറിൻ്റെ അതേപോലെ ഡ്രെയിൻ വാൾവിൻ്റെ ഒക്കെ അടുത്തെത്തുന്നത്. വേറെ വയറൊന്നും ഇവിടെ നിന്ന് താഴേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ട്രേസ് ചെയ്താൽ മതി. പിന്നെ ആ വയറിൻ്റെ കൂട്ടം ഇവിടെ എത്തുമ്പോൾ ഒരു എർത്ത് കൂടുന്നുണ്ട്. പിന്നെ അതിങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇവിടെ വന്ന് ആ വയറിതാ ഇങ്ങനെ പോവുക ചെയ്യുന്നത്. ഇതിൽ 2 വയർ, ഇതാണ് ഡ്രെയിൻ വാൾവ്. ഈ ഡ്രെയിൻ വാൾവിലേക്ക് 2 വയർ പോകുന്നുണ്ട്. ഒരു മഞ്ഞ വയറും ഒരു വെള്ള വയറും. വെള്ള വയർ പൊതുവെ ന്യൂട്രലായിട്ടാണ് പരിഗണിക്കുന്നത് ഇതിൽ. അപ്പോൾ മറ്റേത് ഡ്രെയിൻ വാൾവിൻ്റെ ഫേസാണ്. അപ്പോൾ ഇതിൽ ഈ വെള്ള ന്യൂട്രൽ വയർ പോയിട്ട് അത് മോട്ടറിനുള്ള ന്യൂട്രും അതേപോലെ ഡ്രെയിൻ വാൾവുള്ളതായിട്ട് അവിടെ സ്പ്ലിറ്റ് ആകുന്നുണ്ട്. പിന്നെ ഈ പച്ച എർത്ത്, പിന്നെ ഇത് ഡ്രെയിൻ വാൾവിൻ്റെ ഫേസ്. ബാക്കി 2 വയർ, ഈ ചുവപ്പും നീലയും, ഇത് രണ്ടും മോട്ടറിന് 2 വശത്തേക്ക് കറക്കാനുള്ള ഫേസുകളാണ്. മോട്ടറിന് 2 ഫേസ് കണക്ഷൻ ഉണ്ടാവും, ഒന്ന് റൈറ്റിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും ഉണ്ടാവും. ഓക്കെ, ഇനി മെഷീനിലേക്ക് വരുന്ന വയർ, ഈ വരുന്ന വയറിൽ വെള്ള ഞാൻ പറഞ്ഞു ന്യൂട്രാണ്. പിന്നെ ഇത് നേരെ പോയിട്ട് ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ, ഇത് എർത്താണ്. പിന്നെ വരുന്നത് ഈ കറുപ്പ്, ഇത് ഫേസാണ്. ഇവിടെയുള്ള ഇൻസ്റ്റലേഷനൊക്കെ എടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻസ്റ്റലേഷൻ എടുക്കണം. പിന്നെ ഞാൻ വേറൊരു വിചാരിച്ചതെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുണ്ടായിരുന്ന സെയിം ബോർഡിൻ്റെ വയറിംഗ് ഡയഗ്രാം നോക്കിയിട്ട് ഇവിടെ വരുന്ന കണക്ഷനുകൾ ഏതാണെന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് കറക്റ്റ് ഇവിടെ തന്നെ അങ്ങോട്ട് കൊടുത്താൽ മതി, ഒന്നും എടുക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ സെയിം പിക്ചറും കാര്യമൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത് കംപ്ലീറ്റ് എടുത്ത് ഇൻസ്റ്റലേഷനൊക്കെ റിമൂവ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കറക്റ്റ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഇത് ഊരാൻ ഇവിടെ ഒരു സ്ക്രൂ, അതേപോലെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു, എടുത്താൽ ഇത് ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാൽ നിങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങളോട് പൊക്കിയിട്ട് ഇത് ഫുള്ളുകൊണ്ട് ഊരിയെടുക്കാൻ കഴിയില്ല, ഇങ്ങനെ പൊക്കിയിട്ട് ഇവിടെ ഈ ഒരു പാർട്ട്
ഈ ഒരു പാർട്ട് ഇതിൻ്റെ അകത്തേക്ക് വെക്കുക. അവിടെ ഒരു ബോഡി ഉണ്ട്, ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് പിന്നെ പൊന്തിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ പൊന്തിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിനുള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ വെക്കുക, പിടിച്ച് വെക്കുക. പിന്നെ ഇത് പൊക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് അത് വീണു പോകില്ല. ഇവിടെ പിടിച്ച് പൊക്കിയിട്ട് ഇവിടെയാണ്, ഇത് കൂടെയാണ് വയറുകൾ വരുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. താഴെ ഇങ്ങനെ ഒരു ലോക്കിലാണ് ഉണ്ടാവുക. ലോക്കിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഇവിടെ നിന്ന് കറക്റ്റ് പിന്നെ ഒന്ന് വലിക്കരുത്, വലിച്ചാൽ പൊട്ടും. പിന്നൊക്കെ കറക്റ്റ് അതിനുള്ളിലേക്ക് തള്ളിയിട്ട് അതേപോലെ ഇവിടെ നിന്നും ഈ ഓട്ടോയുടെ ഇതിൽ കൂടെ എടുക്കുക കംപ്ലീറ്റ്. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ഇൻസ്റ്റലേഷനൊക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ഞാനൊരു മാസ്കിംഗ് ടാപ്പ് കൊടുക്കുന്നുണ്ട്. മാസ്കിംഗ് ടാപ്പ് പൊട്ടിച്ച് അതിമേ മാർക്ക് ചെയ്യാനാണ് പ്ലാന്. ഓക്കെ, ഞാൻ വയറുകൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഫസ്റ്റ് വരുന്ന ഇതിലെ ഫേസ് ഇതൊക്കെ ജസ്റ്റ് പിന്നുകൾ മാത്രമാണ്, വേറെ ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. രണ്ടും ജസ്റ്റ് ഒരു മെയിൽ ഫീമെയിൽ കണക്ടറാണ്. അപ്പോൾ ഈ ഫേസ് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒന്നുമില്ല. ഇത് എന്തിനാണ് കൊടുത്തത് എനിക്കറിയില്ല. ഇതിനുള്ളിൽ കൂടെ ചുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഫേസ് ഇങ്ങനെ പോന്നിട്ട് അതിങ്ങനെ ട്രേസ് ചെയ്ത് വന്ന് ഇതട്ടോ, ഇത് ഈ ഒരു ഫേസ് ഇതിവിടെ ഞാനിങ്ങനെ ഒരു മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചിട്ട് പിന്നെ മെയിൻ ഫേസ് എന്ന് MF അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഈ കണക്ടറിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അവർ തന്ന പാക്കേജിൽ തന്ന കണക്ടറും പിന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷനും കൊടുക്കുകയാണ് ചെയ്യുക. അതേപോലെ ഈ ന്യൂട്രൽ, അതായത് മെയിനിൽ വന്ന് നമ്മുടെ മെയിൻ വയറിന്ന് വന്ന ന്യൂട്രൽ ഇങ്ങനെ വന്നിട്ട് അതിവിടെ മെയിൻ ന്യൂട്രലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വയർ പോകുന്നത്, അതായത് ഈ കണക്ടറിൽ ഇങ്ങനെ 3 വയറാണുള്ളത്. ഓക്കെ, പിന്നെ ഈ ന്യൂട്രൽ ഈ ഒരു കണക്ഷൻ ഇത് പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ സ്പ്ലിറ്ററിന്ന് ഇവിടെ വന്നിട്ട് കണ്ടില്ല, ഇത് രണ്ടും കോമൺ ആയിട്ട് ഇവിടെ വന്നു. എന്നിട്ട് ഇതിൽ നിന്ന് നേരെ താഴേക്കുള്ള ഈ വൈറ്റ് വയറിലേക്കാണ് ഈ മൂല കണ്ടില്ല, ഇത് ഈ മൂലക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ മൂലക്കിലാണ്. അപ്പോൾ ന്യൂട്രലാണിത്, ന്യൂട്രൽ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ന്യൂട്രൽ ഇവിടേക്ക് ഇൻലെറ്റ് വാൾവൊക്കെ ന്യൂട്രൽ എടുക്കുന്നുണ്ട്. അപ്പോൾ കോമൺ ന്യൂട്രലായിട്ടാണ് ഈ സാധനം വരുന്നത്. അതായത് ബോർഡിൽ നമുക്കൊരു ന്യൂട്രൽ ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പിന്നുണ്ട്. ആ പിന്നിന് കൊടുക്കാനുള്ളതാണിത്, ന്യൂട്രൽ ഔട്ട്. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ താഴേക്ക് പോയാൽ നമ്മൾ പറഞ്ഞ മോട്ടർ പ്ലസ്സും മോട്ടർ മൈനസും, അതായത് റെഡ് മോട്ടർ പ്ലസ്സും മറ്റേ മോട്ടർ മൈനസും, അത് ഇവിടെ ഇങ്ങനെ ഈ കോർണർ നോക്കിയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ റെഡ് പോകുന്നത് ഇങ്ങനെ പോയിട്ട് ഇവിടെ കണക്റ്റുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇവിടെ ഇങ്ങനെ മോട്ടർ പ്ലസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ താഴെ മറ്റേ കോർണറിൽ നിന്ന്, അതായത് അവിടെ പോകുന്ന ആ കോർണറിൽ നിന്ന് വരുന്ന ആ ബ്ലൂ വയർ അതിവിടെ വന്നിട്ട് ഞാൻ മോട്ടർ മൈനസ് അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, മോട്ടർ മൈനസ്. പിന്നെ അടുത്തത് ഇതാണ് ഇൻലെറ്റ് വാൾവ്. ഇതിൽ ഈ മഞ്ഞ വയർ ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് ന്യൂട്രൽ ഇതിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ അത് ന്യൂട്രലാണെന്നുള്ള ഉറപ്പായി. പിന്നെ അടുത്ത ഫേസ് അത് പോകുന്നു. ഈ ഫേസ് ഇത് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇൻലെറ്റ് വാൾവ് IV എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ, ഈ ബ്രൗൺ വയറാണ്. പിന്നെ അതേപോലെ അടുത്ത് വരുന്നത് ഈ ഡ്രെയിനിലേക്ക് പോകുന്ന ഡ്രെയിനിൻ്റെ ഫേസാണിത്. ഈ മഞ്ഞ നമ്മൾ നേരത്തെ കാണിച്ചതല്ലേ, അതിൻ്റെ ആ കോർണറിൽ നിന്ന് വരുന്ന ഈ ഒരു ബ്ലാക്ക് വയർ ഇത് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഈ ബ്ലാക്ക് ഇത് ഞാൻ DV ഡ്രെയിൻ വാൾവ് എന്ന് അങ്ങനെ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ പ്രഷർ സെൻസർ. ഇത് നമ്മൾ മാറ്റും, നമുക്ക് പാക്കേജിൽ കിട്ടിയ പ്രഷർ സെൻസർ ആക്കും. പിന്നെ ഇത് ഡോർ സ്വിച്ചാണ്, ഡോറ് തുറക്കുമ്പം അതിൻ്റെ ഇതറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ 2 കാര്യങ്ങളുടെ വയറാണ് കിട്ടാനുള്ളത്. പക്ഷേ ഇവിടെ ഇവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന കോമൺ, അതായത് പ്രഷർ സ്വിച്ചിൻ്റെ കോമൺ, അതായത് സെൻട്രലിലെ വയർ പിന്നെ അത് നേരെ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇതിന് കൊടുക്കുന്നുണ്ട് നമ്മളെ ഡോർ സ്വിച്ചിന്. നമുക്ക് ശരിക്കും ബോർഡിൽ നിന്ന് 2 കണക്ഷനും വരണം. ഇനി വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അറിയാത്ത കേസ് ആയതുകൊണ്ട് റിസ്ക് എടുക്കണില്ല. നമുക്ക് സെപ്പറേറ്റ് വയർ, ഒരു എക്സ്ട്രാ വയർ കൊടുക്കാം ഇവിടെ കട്ട് ചെയ്തിട്ട്. ഓക്കെ, ഞാനപ്പോൾ ഈ വയർ ഇവിടെ കട്ട് ചെയ്യാണ്. ഇത് നമുക്കിങ്ങനെ നിർത്താം, കുഴപ്പമില്ല. ഇവിടുന്ന് അങ്ങോട്ട് കണക്ഷൻ കൊടുക്കാം.
അതിങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് ചുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കണക്ഷൻ കൊടുത്തു. എന്നിട്ട് അത് ഡോർ സ്വിച്ചിൻ്റെ പ്രഷർ സെൻസറിൻ്റെ കോമൺ നിലക്ക് മാർക്ക് ചെയ്തു. പിന്നെ വരുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള വയറുകളാണ്. ഇതും പിന്നെ അതുപോലെ ഈ പേപ്പിളും. ഇത് രണ്ടും കൂടി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രഷർ സ്വിച്ചിൻ്റെ സിഗ്നൽ നിലക്ക് PS സിഗ്നൽ നിലക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡോർ സ്വിച്ചിൻ്റെ ആണ്. ഇതിൽ സ്വിച്ചാണ് രണ്ടും കൂടി കോണ്ടാക്റ്റ് കൊടുക്കുന്നൊരു പാർട്ട്. നേരെ കൊണ്ട് വന്നിട്ട് ഇവിടെ ഈ ഡോർ സ്വിച്ച് നിലക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ഷനൊക്കെ വരുന്നുണ്ട്. നമ്മളിതൊക്കെ കട്ട് ചെയ്യും. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞാൽ ഇതൊക്കെ ഒന്നിച്ച് ഇൻസുലേഷൻ ചുറ്റിയിട്ട് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ ഇട്ട് ഇവിടെ കൊണ്ടുവരിക എന്നുള്ള കറക്റ്റ് ഇതൊക്കെ അടച്ച് വെക്കുക. എന്നതിന് ശേഷം നമ്മൾ ഓരോന്ന് കട്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യും. കംപ്ലീറ്റ് അടച്ച് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇൻസുലേഷനൊക്കെ സെറ്റ് കഴിഞ്ഞ് വയറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ ആ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നത് ഒരു കയ്യിൽ ക്യാമറയും കട്ടിങ്ങും കൂടി ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് ഞാനിതൊക്കെ കട്ട് ചെയ്യാണ്. ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇവിടെയൊക്കെ കണ്ടിട്ട് കട്ട് ചെയ്തിട്ട് ആ കണക്ടറും ഇൻസുലേഷനും കൊടുക്കും. അങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് ബോർഡ് കൊടുത്തു നോക്കാം. ഇതുപോലെ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇൻസുലേഷൻ ഈ സ്ലീവ് കയറ്റുക. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് മടക്കിയിട്ട് പ്രസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ സ്ലീവ് കയറ്റുമ്പോൾ സ്ലീവ് കുറച്ചും കൂടി കയറി നിന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഈ മാർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് കുറച്ച് പ്രയാസമായി. കുറച്ച് കയറ്റി ഇടേണ്ടി വരും ഈ മാർക്കിങ്ങൊക്കെ, എന്നാലേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളെല്ലാ വയറും അങ്ങനെ കണക്ടറൊക്കെ ചെയ്ത് ഇൻസുലേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കണക്റ്റേഴ്സ് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വെച്ചു. നമ്മുടെ ബോർഡിൽ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഫസ്റ്റ് AC ഇന്നുണ്ട്, പിന്നെ മോട്ടർ മൈനസ്, മോട്ടർ പ്ലസ്, പിന്നെ ഇൻലെറ്റ് വാൾവിൻ്റെ, പിന്നെ ഡ്രെയിൻ വാൾവിൻ്റെ, അതേപോലെ ന്യൂട്രൽ ഔട്ട്, പിന്നെ ന്യൂട്രൽ ഇന്ന്. പിന്നെ ഇതിൽ DC ഡ്രോ വാൾവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് AC ആയതുകൊണ്ട് നമുക്ക് അതിൽ ഒന്നും ചെയ്യാനില്ല. ഇവിടെ AC ഡ്രോ വാൾവിൻ്റെ ഉണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് പോന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രഷർ സ്വിച്ചിൻ്റെ വാട്ടർ ലെവൽ സെൻസറിന് താഴെ എഴുതിയിട്ടുണ്ട്. അതിൽ സെൻറ്ററത്തെ കോമൺ, പിന്നെ 2 അപ്പുറം ഇപ്പുറം സിഗ്നൽ, അതേപോലെ ഇവിടെ ഡോർ സ്വിച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് 2 കണക്ഷൻ. ഇത്രയാണ് കൊടുക്കേണ്ടത്, ഞാൻ കൊടുക്കുകയാണ്. ഈ DS എന്ന് വെച്ചാൽ ഡോർ സ്വിച്ച് നമ്മളിവിടെ 2 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് പ്രഷർ സെൻസറിൻ്റെ ഈ 3 ഇവിടുന്ന് വരുന്ന 3 പ്രഷർ സെൻസറിൻ്റെ അവിടുന്ന് വരുന്ന 3 വയർ. അതിൽ കോമൺ ഞാനിവിടെ സെൻറ്ററിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ 2 സിഗ്നലുകൾ ഇവിടെ ഉണ്ട്. ഒന്ന് ഇവിടെ കൊടുത്തു, അടുത്തത് ഇപ്പുറത്തും കൊടുത്തു. ഓക്കെ, അടുത്തത് മെയിൻ പവർ ഫേസ് ഇന്ന് എന്ന് പറഞ്ഞത് മെയിൻ ഫേസ്, അത് ഇവിടെ കൊടുക്കാം. ഫസ്റ്റത്തേൽ മോട്ടറിൻ്റെ മൈനസ് കൊടുക്കാം. ഓക്കെ, അടുത്ത മോട്ടറിൻ്റെ പ്ലസ്. ഓക്കെ, നമ്മുടെ IV എന്ന് എഴുതിയ ഇൻലെറ്റ് വാൾവിൻ്റെ ഫേസ്. ഓക്കെ, അടുത്ത ഡ്രോ വാൾവിൻ്റെ ഫേസാണ് നമ്മൾ DV എന്ന് എഴുതി വെച്ച സാധനം. ഇതിവിടെ അതിവിടെ കൊടുത്തു. ഇനി അടുത്തത് ന്യൂട്രൽ ഔട്ടാണ്. ഓക്കെ, ന്യൂട്രൽ ഔട്ട് ഈ വയറ് അതും കൊടുത്തു. അടുത്തത് ന്യൂട്രൽ ഇന്ന്, അതായത് മെയിൻ ന്യൂട്രൽ. നമ്മൾ MN എഴുതിയത്.
അടുത്ത നമുക്ക് ഈ പ്രഷർ സ്വിച്ച് മാറ്റാനുണ്ട്. അപ്പോൾ അത് ഈ പിന്ന് ജസ്റ്റ് റിലീസ് ചെയ്യുക. അതിനുശേഷം ഈ 2 ലോക്കുകൾ ആയി കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. ലോക്ക് റിമൂവ് ചെയ്ത് പുറത്തെടുത്തു. ഇനി ഇവിടെ ഒരു പൈപ്പുണ്ട് താഴെക്കോണ്, അത് റിലീസ് ചെയ്യണം. എന്നിട്ട് പുതിയത് വെച്ചിട്ട് ഇതേപോലെ ഈ പൈപ്പ് കൊടുക്കുക, അതിൻ്റെ പിന്ന് കൊടുക്കുക, ഇത് താഴെ കൊടുക്കുക, പിന്നെ ഈ കണക്ടറും കൊടുക്കുക. ഈ പ്രഷർ സെൻസറിന് ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കുറച്ച് കൂടുതൽ നിന്നിരുന്നു. അതവിടെ കയറാത്ത കാരണം അത് കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വയസ്സും കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള ഈ കൺട്രോൾ പാനലിൻ്റെ പിന്ന് ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതും കൊടുത്തു. ഇനി ഈ വെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുത്തു. ഓക്കെ, പവർ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സംഭവം ഓണായിട്ടുണ്ട്. ഡ്രെയിനിൻ്റെ ഓസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി കൊടുക്കാം. ഓക്കെ, വെള്ളം എടുക്കുന്നുണ്ട്. ഞാനത് പോസ് ചെയ്തിട്ട് ഇതിൽ വെള്ളം ഈ സ്മോളിൽ നിന്നുള്ള കുറച്ച് ലീക്ക് ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തൽക്കാലം വാഷിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ സ്പിന്നിലേക്ക് മാറ്റണം. സ്പിന്ന് മാത്രമാക്കി. ഓക്കെ, ഡ്രെയിൻ മോട്ടർ ഓപ്പണായി. വെള്ളം ശരിക്കും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും സ്പിന്നിലാണ് ഉള്ളത്, പക്ഷേ ഡ്രമ്മ് കറങ്ങേണ്ടടുത്ത് താഴെയുള്ളത് മാത്രമേ കറങ്ങുന്നത്. അപ്പോൾ അത് ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. M+M- ബോർഡിൽ കൊടുത്തുള്ള വിഷയമാണ്. അത് ക്ലിയർ ചെയ്താൽ ശരിയാവുമെന്ന് വിചാരിക്കണം. ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അത് കറക്റ്റ് കൊടുത്തപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രം മൊത്തത്തിൽ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാറ്റിയത് ഈ പാർട്ടാണ്. ഇവിടെ ഓക്കെ, ഈ M+ലുള്ളായിരുന്നു M- കൊടുത്തു, മറ്റേ തിരിച്ചും കൊടുത്തു. ഓക്കെ, ഇതിങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ വയറൊക്കെ കറക്റ്റ് അലൈൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഇവിടെ കൊടുന്ന് ഒക്കെ ഫുള്ള് ഇൻസ്റ്റലേഷൻ ചുറ്റിയിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ബോർഡ് ഇവിടെ ഫിക്സ് ചെയ്തു. ആദ്യത്തെ ബോർഡൊക്കെ ഇവിടെ കാലിയായല്ലോ. ഒരു സ്ക്രൂ ഇവിടെയും കൊടുത്തു, ഒരു സ്ക്രൂ ഇവിടെയും കൊടുത്തിട്ട് ഫിക്സ് ചെയ്ത് നേരത്തെ കൊടുത്ത പോലെ വയറുകളൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കൺട്രോൾ പാനൽ ഇനി ഇവിടെ ഒട്ടിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് വയറ് കറക്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ഞാൻ ഒരു കട്ടിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാം സെറ്റാക്കി വാഷിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഒട്ടിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വെള്ളം എടുക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ സെറ്റാണെന്ന് തോന്നുന്നു. എത്ര കാലം ഉണ്ടാവും എന്നൊന്നും അറിയില്ല. ഏതായാലും നോക്കട്ടെ.